CPM നേതാക്കളാണ്. അപ്പൊ സ്വർണം കെട്ടവൻ ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്ന് പറയുമ്പോ രക്തസാക്ഷി ഫണ്ട് കെട്ടവൻ ആരപ്പ, അതും സഖാക്കളാണ് അയ്യപ്പ എന്ന് പറയുന്ന കാലഘട്ടത്തിലാണ് കേരളം ഇരിക്കുന്നത് അല്ലേ? രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് നടത്തുക, വെട്ടിപ്പ് നടത്തുക, ഇതിലും നാണം കെട്ടൊരു പാർട്ടി കേരളത്തിൽ വേറെ ഉണ്ടോ? ഇതിലും നാണം കെട്ട ഒരു നേതാക്കന്മാർ വേറെ ഏതെങ്കിലും പാർട്ടി കണ്ടിട്ടുണ്ടോ ജനാധിപത്യത്തിൽ ഇതുപോലെ നാണം കെട്ട നെറികെട്ട സമീപനം? അതുകൊണ്ടാണ് CPM നല്ല സഖാക്കൾ പോലും പുറത്തിട്ടുള്ളത്. നല്ല ഒന്നാം തരം സഖാക്കൾ വരെ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തവർക്കാണ് ഐക്യ ജനാധിപത്യ മുന്നണിക്കാൻ. നമുക്കാ വോട്ട് ചെയ്തത്, UDF വോട്ട് ചെയ്തത്. എന്താ കാരണം? നല്ല സഖാക്കന്മാർക്ക് ബോധ്യമുണ്ട് ഈ പിണറായി വിജയന്റെ ഭരണം ഇങ്ങനെ മുന്നോട്ട് പോയാൽ, ഈ കാലമാടൻ ഇനിയും കേരളം ഭരിച്ചാൽ ഞങ്ങളുടെ പാർട്ടി ബാക്കി ഉണ്ടാവില്ല എന്ന് തിരിച്ചറിഞ്ഞ സഖാക്കന്മാര് ക്യൂ നിന്ന് വന്ന് വോട്ട് ചെയ്തു നമുക്ക് UDF. അല്ല നമ്മുടെ സ്വന്തം കണ്ടുകൊണ്ട് മാത്രം വോട്ട് ചെയ്യുന്നില്ല, തെറ്റിദ്ധരിക്കണം. അവരും വോട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോ ഈ തെരഞ്ഞെടുപ്പിൽ UDF അനുകൂലമായി വന്നിട്ടുള്ള ഐതിഹാസികമായിട്ടുള്ള സമാനതകളില്ലാത്ത വിജയം, അത് പിണറായി വിജയന്റെ ഒരു ദശാബ്ദക്കാലത്തെ ഭരണം, ആ ഭരണത്തിൽ മനമെടുത്ത ഈ പ്രദേശത്തെ ഈ നാട്ടിലെ ജനങ്ങൾ മനസ്സറിഞ്ഞു പ്രാഗിക്കൊണ്ട്, പിണറായി വിജയനെ പ്രാഗിക്കൊണ്ട് നമുക്ക് തന്നിട്ടുള്ള വോട്ടാണ്. ആ നല്ല ബോധ്യം നമുക്ക് വേണം. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയോട് ചില കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുക. അത് നമ്മുടെ ബഹുമാനായിട്ടുള്ള പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു അല്ലേ, വന്ന ജനപ്രതിനിധിയോട് പറഞ്ഞു. എന്താ അദ്ദേഹം പറഞ്ഞത്? നിങ്ങളൊക്കെ ജയിച്ചു വന്നവരല്ല, നിങ്ങളെ ജയിപ്പിച്ചു വിട്ടതാണെന്നുള്ള ബോധ്യമാണ്. ആരെ ജയിപ്പിച്ചു വിട്ടത്? ഈ നാട്ടിലെ ജനങ്ങൾ ജയിപ്പിച്ചു വിട്ടതാ. അതുകൊണ്ട് നിങ്ങൾ ഓരോ ദിവസവും മനസ്സിൽ ഓർത്തു വെക്കണം. എന്താ ഓർത്തു വെക്കേണ്ടത്? നിങ്ങൾ പ്രാർത്ഥിക്കണം എല്ലാ ദിവസവും രാവിലെ. ജീവിതത്തിൽ ഒരിക്കലും പിണറായി വിജയനെ പോലെ ഒരു ജനപ്രതിനിധി ആവരുതേ ഞാൻ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. ശരീരഭാഷയിലും സംസാര ഭാഷയിലും നടത്തത്തിലും പ്രവൃത്തിയിലുമെല്ലാം അഹങ്കാരവും ധാർഷ്ട്യ